1966 ജനുവരി 11 രാത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ചരിത്ര കരാറിൽ ഒപ്പുവെച്ച ശേഷം തൻ്റെ മുറിയിൽ വിശ്രമിക്കാൻ പോയി. അടുത്ത ദിവസം പുലർച്ചെ അദ്ദേഹം ജീവനില്ലാതെ കാണപ്പെട്ടു. പോസ്റ്റ്മോർട്ടമില്ല, മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല, അന്വേഷണ കമ്മീഷനും രൂപീകരിച്ചില്ല. ഇതൊരു കഥയല്ല, ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ മിസ്റ്ററിയാണ്. ഇന്നും ഇന്ത്യയെ അലട്ടുന്നൊരു മരണം. നിങ്ങൾ കാണുന്നത് ദ ഇന്ത്യ അൺടോൾഡ്. ഇത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അജ്ഞാതമായ മരണക്കഥ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി, ലളിതമായ ജീവിതം നയിച്ച ഒരാൾ. സത്യസന്ധതയും ശുദ്ധ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ അടയാളമായിരുന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ ആത്മാവായി മാറിയ കാലം. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൂർണ്ണമായ തോതിൽ യുദ്ധം നടന്നു. രക്തപാതവും നഷ്ടങ്ങളും കഴിഞ്ഞ് ഇരു രാജ്യങ്ങളും സമാധാന ചർച്ചയ്ക്ക് സമ്മതിച്ചു. ചർച്ച നടന്ന സ്ഥലം ടാഷ്കൻഡ്, സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ. 1966 ജനുവരി 10 ടാഷ്കൻഡ് കരാർ ഒപ്പുവെക്കപ്പെട്ടു. ആ രാത്രി ശാസ്ത്രി ക്ഷീണിതനായിരുന്നു, എന്നാൽ അസുഖബാധിതനല്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അവസാന രാത്രിയായിരുന്നു. ഔദ്യോഗിക രേഖകൾ പറയുന്നത് ശാസ്ത്രിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു, ചൂടുവെള്ളം ആവശ്യപ്പെട്ടു, മുറിയിൽ കുഴഞ്ഞു വീണു. അല്പസമയം കൊണ്ട് മരണം സ്ഥിരീകരിച്ചു. കാരണം ഹൃദയാഘാതം. എന്നാൽ എവിടെ നിന്നാണ് സംശയങ്ങൾ തുടങ്ങുന്നത്? ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. ഒരു ഇന്ത്യൻ ഡോക്ടർ മരണസമയത്തുണ്ടായിരുന്നില്ല. വിഷപരിശോധന റിപ്പോർട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഡോക്ടർ RN ചുഗിനെ ശരീരപരിശോധന നടത്താൻ അനുവദിച്ചില്ല. മരണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം ശരീരം എംബാം ചെയ്തു. ഫോറൻസിക് തെളിവുകൾ എന്നേക്കുമായി ഇല്ലാതാക്കി. എന്തിനായിരുന്നു ഇത്ര വേഗം? ശാസ്ത്രിയുടെ കുടുംബം പിന്നീട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിതാ ശാസ്ത്രി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നീല പാടുകളുണ്ടായിരുന്നു, മുഖം വീർത്തിരുന്നു, പല്ലുകൾ മുറുകെ പിടിച്ച നിലയിലായിരുന്നു. ഇവ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളല്ല, പക്ഷേ വിഷം നൽകിയതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് വിദഗ്ധർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സുനിൽ ശാസ്ത്രി പറഞ്ഞു, ഇന്നും ഞങ്ങൾക്കറിയില്ല എൻ്റെ അച്ഛൻ എങ്ങനെ മരിച്ചു എന്ന്. ഇതിലും ഭീകരമായ ഒരു കാര്യം, ശാസ്ത്രിയുടെ അവസാന ഭക്ഷണം തയ്യാറാക്കിയ പാചകക്കാരൻ അപ്രത്യക്ഷനായി. അദ്ദേഹത്തിന് വെള്ളം നൽകിയ സേവകനെയും നിശബ്ദമായി മടക്കി അയച്ചു. ചോദ്യം ചെയ്യലില്ല, വിവരണമില്ല. ശാസ്ത്രി മുന്നോട്ട് വെച്ചിരുന്ന പദ്ധതികൾ: വിദേശ ഭക്ഷ്യസഹായം കുറക്കൽ, ഇന്ത്യയുടെ പ്രതിരോധ സ്വാതന്ത്ര്യം, ആണവ ശേഷി ശക്തിപ്പെടുത്തൽ. അദ്ദേഹം വലിയ ശക്തികൾക്ക് സൗകര്യമല്ലാത്ത നേതാവായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ലാഭകരമായത് ആർക്ക്? എന്നാൽ ഔദ്യോഗികമായി ഇന്ത്യ സോവിയറ്റ് യൂണിയനോട് ഒരു ക്രിമിനൽ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രധാനമന്ത്രിയുടെ മരണം ചോദ്യമില്ലാതെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? പിന്നീട് RTI വഴി രേഖകൾ തേടിയപ്പോൾ സർക്കാർ മറുപടി പറഞ്ഞു. ശാസ്ത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ നിലവിലുണ്ട്, എന്നാൽ ദേശീയ താൽപ്പര്യം കാരണം പുറത്തുവിടാനാകില്ല. ദേശീയ താൽപ്പര്യം ഒരു പ്രധാനമന്ത്രിയുടെ സത്യത്തേക്കാൾ വലുതാണോ? ഇന്നും ആ ഫയലുകൾ പൂട്ടിയ നിലയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്വദേശത്തു നിന്ന് ദൂരെയായി മരണപ്പെട്ടു. സത്യമില്ലാതെ, നീതിയില്ലാതെ. ഹൃദയാഘാതമോ, ആകസ്മിക മരണമോ, അല്ലെങ്കിൽ പൂർണ്ണമായി ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകമോ? ഇന്നും ഉത്തരമില്ല. കാരണം ഇന്ത്യയിൽ ചില കഥകൾ മറക്കപ്പെടുന്നില്ല, അവ മണ്ണിനടിയിൽ അടക്കം ചെയ്യപ്പെടുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ ഇന്ത്യ അൺടോൾഡ്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.